ചിക്കൻ കഴിക്കുന്ന കൃഷ്ണൻ എനിക്ക് മനസ്സിലായി. ഗുരുവായൂര് ആ ഒരു ഹോട്ടലിന് മുന്നിൽ തുളസിത്തറയിൽ എന്തു പറയാ, എനിക്കിത് പറയാൻ മടിയുണ്ടെങ്കിലും അതിന് ഭക്തന്മാരുടെ വിശ്വാസം തകർക്കുക, ക്ഷേത്രങ്ങളുടെ ശുദ്ധി ഇല്ലാതാക്കുക. ഒന്ന്, മതപരിവർത്തനം ഈസിയാവും. കാരണം ഒരുവൻ നിങ്ങളുടെ ശക്തിയുള്ള ദൈവമാണെങ്കിൽ ഇതിനൊക്കെ അവർക്ക് ഫലം കൊടുക്കണ്ടേ. ഇങ്ങനെ പല ചോദ്യങ്ങളും കുട്ടികൾക്ക് ചോദിക്കാൻ തക്ക രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ഭഗവാൻ കൃഷ്ണൻ ഇലക്ഷനിൽ നിന്നാൽ പോലും തോൽപ്പിക്കുന്നതിന് തക്ക രീതിയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. രാമക്ഷേത്രം നിങ്ങളവിടെ പണിഞ്ഞു, അവിടെ എന്താ BJP ജയിച്ചോ? നിങ്ങളുടെ കോടതിയും നിങ്ങളുടെ ഭരണഘടനയും ഒക്കെ നിങ്ങൾക്കാണ് എന്ന് അയോധ്യയിലായിരുന്നാലും ഗുരുവായൂരിലായിരുന്നാലും വിജയിച്ചത് ഹിന്ദുവല്ല. എൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ പുറത്തായിരുന്നു. ഉമ്മയുടെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ടാണ് അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂർ ഭയങ്കര ഭക്തജനത്തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇലക്ഷൻ സ്വാമി പറഞ്ഞു. അതെ, നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഈ യാത്ര എന്ന് മനസ്സിലാവും. ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പാടിയാൽ എന്താ, നമ്മൾ മതേതരല്ലേ? ഈ മതങ്ങൾ തമ്മിലുള്ള മതേതരത്വം പോലെ ഒരു സംഭവം ഈ പാർട്ടികൾ തമ്മിലുണ്ടാവണ്ടേ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു വേദിയിൽ കോൺഗ്രസ്സുകാരൻ്റെ ഒരു സിദ്ധാന്തം പറയും. നമസ്കാരം, എല്ലാവർക്കും അമേസിംഗ് റേയിലേക്ക് സ്വാഗതം. ഇന്ന് ചില സാമൂഹ്യ വിഷയങ്ങൾ, കഴിഞ്ഞുപോയ കുറച്ച് വിഷയങ്ങളുണ്ട്, അതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി സ്വാമിജിയാണ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഈ നമ്മൾ സാമൂഹ്യപരമായി കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പം വിഷു കഴിഞ്ഞു, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ചില മാനസിക രോഗികളാണ്, അങ്ങനെ മാനസിക രോഗ പട്ടം കിട്ടിയ ഒരുപാട് പേരുണ്ട്. കാര്യം അവർക്ക് പിന്നെ എന്തോ ആവാമല്ലോ, അവർ എന്ത് അവഹേളനം പറഞ്ഞാലും പ്രശ്നം. അത് കൊടുക്കുന്നത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് കൊടുക്കുന്നത്. അതപ്പോൾ സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊടുക്കലാണ്. ഈ ചെയ്യുന്നവരെല്ലാം മാനസിക രോഗികളാണെന്ന് അങ്ങേക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. അതെ 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 അതെ. അതായത് നമ്മുടെ നിയമസംഹിതയിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതെവിടെയും ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ഏത് സംഭവത്തിലും ഏത് കാര്യത്തിലും ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള കള്ളന്മാർ, അവരെയൊക്കെയാണല്ലോ ഈ ബുദ്ധിജീവികളെന്നും അവരെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നും രാഷ്ട്രീയക്കാരെന്നും ഒക്കെ അതിൽപ്പെട്ട പല ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നല്ല. അവർ സ്വയം രക്ഷപ്പെടുന്നതിനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പല വിഷയങ്ങളും സീരിയസ് ആകുമ്പോൾ അതിനെ ലഘൂകരിക്കുന്നതിനും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടുവരും. ഈ ലൂപ്പ് ഹോൾസ് കണ്ടെത്തും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരാളിനെ വധിച്ചു, ഒരാൾ പ്ലാൻ ചെയ്ത് ഒരാളിനെ കൊല്ലുകയാണ്. അയാൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുമെന്നറിയാം? 1 വർഷം മുമ്പേ 2 വർഷം മുമ്പേ ഇത് ആലോചിച്ചിട്ട് അയാൾ മാനസിക രോഗാശുപത്രിയിൽ അഡ്മിഷൻ എടുക്കും. അവിടെ ഒരു മാസം കിടന്നതായിട്ട് അയാൾ റെക്കോർഡുണ്ടാക്കും. അതുപോലെ തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻസ്, മരുന്നുകൾ വാങ്ങുന്നതിന് അയാൾ മരുന്നും വാങ്ങും. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതിയല്ലോ. അതെ അതെ, കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ സ്വയം താനൊരു ഭ്രാന്തനാണ്, മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് ആ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസിലൂടെ ഒരാളിനെ കൊല ചെയ്താലും വധശിക്ഷ കിട്ടാതെ രക്ഷപ്പെടാൻ കഴിയും. അതെ അതെ. നമ്മുടെ വിഷുവായിട്ട് ബന്ധപ്പെട്ട ചിക്കൻ കഴിക്കുന്ന കൃഷ്ണൻ എനിക്ക് മനസ്സിലായി. ഗുരുവായൂര് ആ ഒരു ഹോട്ടലിന് മുന്നിൽ തുളസിത്തറയിൽ എന്തു പറയാ, എനിക്കിത് പറയാൻ മടിയുണ്ടെങ്കിലും ആ മുടി, ആ ഭാഗത്തുള്ള മുടി പുഴുതെറിയുക, തുപ്പുക, അവരൊക്കെ ഒടുവിൽ മാപ്പ് പറയുന്നതിന് മുമ്പ് മാനസിക രോഗികളായി മാറി. അത് തന്നെ ഞാൻ സൂചിപ്പിച്ചത് 1, 2, 3 സംഭവങ്ങളല്ല, ഒരുപാട് സംഭവം. ഒരു രീതിയിലല്ല, പല രീതിയിലും. ഏത് രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ അധിക്ഷേപിക്കാനും നമ്മുടെ ആരാധനാലയങ്ങളെ ആക്ഷേപിക്കാനും തകർക്കാനും നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിലുള്ള ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാനും എന്ത് വഴിയുണ്ടോ ആ വഴികളെല്ലാം സ്വീകരിക്കുവാൻ തക്ക രീതിയിലുള്ളൊരു റിസർച്ച് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. കാരണം ഇവിടുത്തെ ഹിന്ദു ഇല്ലാതാവുക എന്നുള്ളതാണ്. ഹിന്ദുവിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക, അതിന് ഭക്തന്മാരുടെ വിശ്വാസം തകർക്കുക, ക്ഷേത്രങ്ങളുടെ ശുദ്ധി ഇല്ലാതാക്കുക. മനസ്സിലാവുന്നത്? അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കും. ഒന്ന്, മതപരിവർത്തനം ഈസിയാവും. വളരുന്ന തലമുറ ഇതൊക്കെ കാണുകയാണ്. കാരണം ഒരുവൻ നിങ്ങളുടെ ശക്തിയുള്ള ദൈവമാണെങ്കിൽ ഇതിനൊക്കെ അവർക്ക് ഫലം കൊടുക്കണ്ടേ, ഉടനെ അനുഭവം കാണണ്ടേ. ഇങ്ങനെ പല ചോദ്യങ്ങളും കുട്ടികൾക്ക് ചോദിക്കാൻ തക്ക രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അതിൽ ചില ഹിന്ദു നാമധാരികളും കൈകോർക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ലീഗിലേക്ക് പോയ ഒരു പ്രശസ്ത
കലാകാരനുണ്ടായിരുന്നു. കൃഷ്ണൻ ഗുരുവായൂർ ഇലക്ഷന് നിന്നാൽ ജയിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ലീഗിലേക്ക് കുടിയേറി പാർത്ത ഒരു വ്യക്തി. ഞാൻ ലീഗിൽ പോയാലും ഞാനും ഹിന്ദു തന്നെയാണെന്ന് പറഞ്ഞ് ഇപ്പം കരയുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമും അവർ കട്ട് ചെയ്തു ദേവസ്വം ബോർഡ്. നോക്കൂ, കൃഷ്ണൻ ഇലക്ഷന് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു കാര്യം. കൃഷ്ണൻ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ കോൺസ്റ്റിറ്റ്യുൻസിയിൽ ജയിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കൃഷ്ണൻ എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും ജയിക്കില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പ് എന്തുകൊണ്ട് എനിക്കുണ്ട് എന്ന് ചോദിച്ചാൽ, ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നിൽ ഉള്ള ധൈര്യവും അതാണ്. എന്ത്? കൃഷ്ണൻ ഗുരുവായൂരിൽ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ യാതൊരു മത്സരവും കൂടാതെ തന്നെ 100% വോട്ടും കൃഷ്ണന് കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഹിന്ദുവിന് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതിനെ മാറ്റിയെടുത്ത് കൃഷ്ണനെ ഗുരുവായൂരിൽ തോൽപ്പിക്കാൻ തക്ക രീതിയിലുള്ള സംഘടനാ ശക്തിയും മതത്തിൻ്റെ ആൾബലവും, മനസ്സിലായില്ലേ, ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് പല തട്ടുകളിലാക്കി ഭഗവാൻ കൃഷ്ണൻ ഇലക്ഷനിൽ നിന്നാൽ പോലും തോൽപ്പിക്കുന്നതിന് തക്ക രീതിയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ശക്തരാണ് ഞങ്ങൾ. ആ തന്ത്രത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ നമ്മൾ മുസ്ലിമിനെ അല്ല എതിർക്കുന്നത്, നമ്മൾ നിരീശ്വരവാദി പാർട്ടികളെ അല്ല എതിർക്കുന്നത്. ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെയും ഇവിടുത്തെ ഈശ്വര സങ്കല്പങ്ങളെയും ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ മുന്നേറുന്നത് എന്ന് അഹങ്കാരത്തോടുകൂടി ഇവിടുത്തെ ഹിന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഹുങ്കുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ നേരിടേണ്ടത്. ഇത് ഇവിടുത്തെ മാത്രമല്ല. ഇപ്പം ചോദ്യങ്ങൾ പലതലത്തിൽ നിന്ന് വന്നില്ലേ? അയോധ്യയിൽ രാമൻ ഇത്രയും ശക്തിയുണ്ട് അല്ലേ, രാമക്ഷേത്രം നിങ്ങളവിടെ പണിഞ്ഞു, അവിടെ എന്താ BJP ജയിച്ചോ? BJPയുടെ MP എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല എന്നൊരു ചോദ്യം വന്നു ഇല്ലേ? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവിടെയും 2 കാര്യങ്ങളാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. ആ അയോധ്യ എന്ന് പറയുന്ന നിയമസഭയാണെങ്കിൽ അല്ലെങ്കിൽ അസംബ്ലി സീറ്റാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് BJP. ലോക്സഭാ ഇലക്ഷൻ നോക്കിയാൽ അയോധ്യ അസംബ്ലി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് BJPക്ക് തന്നെയാണ്. പിന്നെ ലോക്സഭ പാർലമെൻറ്റ് സീറ്റ് എന്നുള്ള നിലയിൽ വരുമ്പോൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആ അയോധ്യ എന്ന് പറയുന്ന ജില്ലയിൽ തന്നെയാണ്, സ്ഥലത്ത് തന്നെയാണ് ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. അവിടെ 99% മുസ്ലിമാണ്. പക്ഷേ ഈ മുസ്ലിം എല്ലാം ഹിന്ദുക്കളായിരുന്നവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. ഒരു കാലത്ത് മനസ്സിലായില്ലേ? ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നവരെ മതപരിവർത്തനം ചെയ്ത് അല്ലെ പല രീതിയിലും പ്രലോഭിപ്പിച്ചും അവരെയൊക്കെ മതം മാറ്റി കൊണ്ടുവന്ന് അതുമാത്രമല്ല, ജനസംഖ്യാ നിയന്ത്രണം ഞങ്ങളെ ബാധിക്കുന്നില്ല. യാതൊരു തരത്തിലും സർക്കാരിൻ്റെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ പോളിസികൾ ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമാണുള്ളത്. നിങ്ങളുടെ കോടതിയും നിങ്ങളുടെ ഭരണഘടനയും ഒക്കെ നിങ്ങൾക്കാണ് എന്ന് നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്ന നമ്മളിൽപ്പെട്ടവർ മതം മാറി പറയുമ്പോൾ, അങ്ങനെ മതം മാറ്റി അവരെ കൊണ്ട് പറയിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആഗോള അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചനയും അതുപോലെ മതം മാറ്റ പദ്ധതികളും ഇവിടെ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ചു വന്നതിന് ശേഷമാണ് വെല്ലുവിളിക്കുന്നത്, യോഗിയെ വെല്ലുവിളിക്കുന്നത്, മോഡിയെ വെല്ലുവിളിക്കുന്നത്, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രാമനെയും വെല്ലുവിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ അയോധ്യയിലായിരുന്നാലും ഗുരുവായൂരിലായിരുന്നാലും വിജയിച്ചത് ഹിന്ദുവല്ല. എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഐക്യമില്ല, നമുക്ക് നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള ബോധമില്ല. ആ ബോധവും നമുക്ക് വരാതിരിക്കാൻ തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെ നമ്മുടെ നിലനിൽക്കുകയാണ്. മെക്കകളയുടെ വിദ്യാഭ്യാസം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അല്ല, എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ മൈക്കുമായി ഇലക്ഷന് നിൽക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ പറയണേ വോട്ട് ചെയ്യാൻ വന്നു, എന്താണ് അവർ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവിക റിപ്പോർട്ടർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, നമുക്കതറിയാം. പറയുന്നു, എൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ പുറത്തായിരുന്നു, ഞാൻ പക്ഷേ വോട്ട് ചെയ്യാൻ വന്നു. ഉമ്മയുടെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ടാണ് അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂർ ഭയങ്കര ഭക്തജനത്തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇലക്ഷൻ സ്വാമി പറഞ്ഞു. അതെ, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഈ യാത്ര എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ ഭക്തി എവിടെ കാണിക്കണമെന്നും ഭക്തി എങ്ങനെയാണ് സമൂഹത്തിന് അത് ഗുണകരമാവുന്ന ആ ഭക്തി. നോക്കൂ, ഞങ്ങളെപ്പോലുള്ള സന്യാസിമാർ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. രാഷ്ട്രമുണ്ടെങ്കിലേ അവിടെ ധർമ്മം നിലനിൽക്കൂ.
ധർമ്മം നിലനിന്നാൽ മാത്രമേ ഇവിടെ ഒരു ജനതയ്ക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ജീവിക്കാൻ കഴിയൂ, ഇല്ലേ? അതെ. അവിടെ ഭാരതത്തെ സംബന്ധിച്ച് സനാതന ധർമ്മം എന്ന് പറയുന്നതാണ് ഭാരതത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആ ആത്മാവിന് എതിരെ ഉള്ള ആക്ഷേപങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെ. അപ്പോൾ അതാണ് നമ്മളിവിടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ കൃത്യമായിട്ട് അവരുടെ കർമ്മം അപ്പോൾ നിർവഹിക്കാൻ തൻ്റെ എത്തി. ധർമ്മം, പൗരധർമ്മം എന്നുള്ള നിലയിൽ ഈ രാജ്യത്തൊരു സംസ്കാരം നിലനിൽക്കണം, അല്ലെങ്കിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ധർമ്മിയായവൻ രാജ്യം ഭരിക്കണം. അതെ. ധർമ്മത്തിൽ വിശ്വസിക്കുന്നവൻ, ഈ നാടിൻ്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്നവൻ, ഈ നാടിൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നവൻ, ഈ നാടിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവൻ, അല്ലേ? അതെ. ഇവിടുത്തെ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നവൻ, ഇവർ ഇത്തരത്തിലുള്ള ആളുകൾ ഭരണ കസേരകളിൽ സാരഥികളായി വന്നാൽ മാത്രമേ നമുക്കും നമ്മുടെ പിള്ളേർക്കും നാളെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു ബോധമില്ലാത്ത ഏക വിഭാഗം ഇവിടുത്തെ ഹിന്ദുവാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ മറ്റുള്ളവരൊന്നും പറയേണ്ട കാര്യമില്ല. എത്രത്തോളം ബോധവാന്മാരാക്കാൻ ശ്രമിച്ചാലും ശരി, അവർ ബോധവാന്മാരാകാതെ പോകുന്നതിനുള്ള പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടുത്തെ ഹിന്ദു അല്ല ക്രിസ്ത്യാനി മുസ്ലിം സ്വസ്ഥരാണ്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നാളെ എന്താകും എന്ന് ഇവിടുത്തെ ഹിന്ദു ആലോചിക്കുന്നില്ല. നാളെ എന്താകും എന്ന് കാശ്മീരിലെ ഹിന്ദു ആലോചിക്കാതിരുന്നതിൻ്റെ അപകടം കാശ്മീരികൾക്ക് മനസ്സിലായി. അതെ. പിന്നെ ഒരു തിരിച്ചുപോക്കിന് എത്ര കാലം അവർ എടുത്തു എന്ന് നമ്മൾ ആലോചിക്കണം. അതിനിടയ്ക്ക് ധാരാളം നഷ്ടങ്ങൾ, ജീവഹാനിയും സ്വത്ത് നഷ്ടവും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതേ രീതിയിലൊന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ, നാളത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തത് മാത്രം കണ്ട് ആസ്വദിച്ച് മതിമയങ്ങി ഇങ്ങനെ ജീവിക്കുന്ന ഹിന്ദുവാണ്, അവന് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. അതല്ലേ പറയുന്നത്. നമുക്ക് ഒരാളിന് ഒരു ദിവസം അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിച്ചപ്പോഴൊന്ന് ചുമച്ച് ഒന്ന് തുപ്പേണ്ടി വന്നു. തുപ്പിയപ്പോഴാണ് കാണുന്നത് രക്തം. അപ്പോൾ ഭയമായി, ഡോക്ടറുടെ അടുത്തെത്തി. പരിശോധിക്കുമ്പോഴാണ് ഇയാൾക്ക് ക്യാൻസറാണ് എന്ന് ബോധ്യം വരുന്നത്. ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലുമാണ്, അല്ലേ? അതെ. പിന്നെ ചികിത്സിച്ചിട്ടും യാതൊരു ഫലവുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇവിടെ ഹിന്ദുവിൻ്റെ അവസ്ഥ അതാണ്. ഹിന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി, സുഖിച്ചിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ക്യാൻസറാണ് എന്നവൻ അറിയുന്നില്ല. ഇവിടുത്തെ പാർട്ടിക്കാരൻ്റെ ക്യാൻസർ, പാർട്ടിയുടെ ക്യാൻസർ, ഇവിടുത്തെ ജാതിയുടെ ക്യാൻസർ, എല്ലാ രീതിയിലുമുള്ള സ്വാർത്ഥതയുടെയും മറ്റും ക്യാൻസർ അവനെ ബാധിച്ചിരിക്കുകയാണ്. അവൻ അറിയാതെ അവനെ ബാധിച്ചിരിക്കുകയാണ്, ക്യാൻസർ ബാധിച്ചതുപോലെ. പലപ്പോഴും ഈ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു വർഗീയം പറയണല്ല. ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പാടിയാൽ എന്താ, നമ്മൾ മതേതരല്ലേ? ഞാൻ പറയാം. ഇത് പറയുന്നത് ആരാ? ഒന്ന് പാർട്ടിക്കാരാണ്, അല്ലേ? പിന്നെ മതേതരക്കാരാണ്. അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മതത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പള്ളി എന്ന് പറയുന്നത് വേറൊരു മതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മസ്ജിദ് എന്ന് പറയുന്നത് ഇന്നൊരു വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 3 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെയാണ് ഈ മതേതരത്വം എന്നിപ്പോൾ പറയുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ പാർട്ടി എന്ന് പറയുന്നിട്ട് കോൺഗ്രസ് ഇവിടെയുണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇവിടെയുണ്ട്, RSP ഉണ്ട്, PSP ഉണ്ട്, അതുപോലെ BJP ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ 3, 4, 5 പാർട്ടികൾ ഇവിടെ ഉണ്ടെന്ന് വയ്ക്കും. ഈ മതങ്ങൾ തമ്മിലുള്ള മതേതരത്വം പോലെ ഒരു സംഭവം ഈ പാർട്ടികൾ തമ്മിലുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇവൻ്റെ ഒരു വേദിയിൽ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു വേദിയിൽ കോൺഗ്രസ്സുകാരൻ്റെ ഒരു സിദ്ധാന്തം പറയുമോ? കോൺഗ്രസ്സുകാരൻ്റെ ഒരു വേദിയിൽ ഒരു BJP-കാരനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ടെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുമോ? പറയില്ല. ആ മുദ്രാവാക്യം പറയുമ്പോൾ എത്രയോ വേദികൾ കണ്ട തർക്കിക്കുന്നത്. ഈ മതേതരത്വം സൗഹാർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ പാർട്ടി സ്റ്റേജുകളിലും മറ്റൊരു പാർട്ടിക്ക് അതുപോലെയുള്ള അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശ്ലോകങ്ങൾ ഉണ്ടാവണം. അതെ അതെ. അതിവിടെ നമ്മൾ കാണുന്നില്ലല്ലോ. അതെ, കാണുന്നില്ല. ഉണ്ടോ? ഇല്ല, കാണുന്നില്ല. പിന്നെ ഈ ജാതികളിൽ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. അങ്ങനെയാണ് ഈ ജാതി നേതാക്കന്മാർ എങ്ങനെയാണ് മതേതരത്വം പറയുന്നത്?